പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 തമിഴിൽ റിലീസായ മികച്ച 5 ത്രില്ലർ സിനിമകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഒരു നൊടി. 2024 റിലീസായ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ഒരു നൊടി. ബി മണിവർമ്മൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ തമൻകുമാർ, ശ്രീരഞ്ജനി, MS ഭാസ്കർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അതിന് കാരണമായി ചിലരെ സംശയമുണ്ടെന്നും അവർ പറയുന്നു. തുടർന്ന് ആ കേസ് പോലീസ് അന്വേഷിക്കാനായി ആരംഭിക്കുന്നതും പിന്നീടുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുകയും ഒരേ സമയം ത്രില്ലിംഗ് ആയും ഇൻട്രസ്റ്റിംഗ് ആയും ഒക്കെ കൊണ്ടുപോകുന്നതിനോടൊപ്പം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു നൈസ് വാച്ചബിൾ ത്രില്ലർ മൂവിയാണ് ഒരു നൊടി എന്ന് പറയാം. സിനിമ ഇപ്പോൾ ആഹാ, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ലഭ്യമാണ്. സിനിമയ്ക്ക് IMDb 6.9 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം അധോമുഖം. 2024 റിലീസായ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് അധോമുഖം. സുനിൽ ദേവ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ്, ചൈതന്യ പ്രതാപ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകുന്നതിൻ്റെ ഭാഗമായി അവളുടെ ഫോണിലേക്ക് ഒരു ഹിഡൻ ക്യാമറ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതുവഴി അവൾ അറിയാതെ അവളെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന നായകൻ. എന്നാൽ ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായി ചെയ്ത ഒരു കാര്യം അവൻ്റെ ലൈഫിൽ തന്നെ പല മാറ്റങ്ങൾക്കും കാരണമാവുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു വ്യത്യസ്തമായ സ്റ്റോറി ലൈനോടെയൊക്കെ കഥ പറഞ്ഞു പോവുകയും മേക്കിംഗ് കൊണ്ടൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയും എൻഗേജിംഗ് ആയും ഒക്കെ കൊണ്ടുപോകുന്നതിനോടൊപ്പം അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളുമൊക്കെ സമ്മാനിക്കുന്ന ഒരു നൈസ് വാച്ചബിൾ തമിഴ് ത്രില്ലർ മൂവിയാണ് അധോമുഖം എന്ന് പറയാം. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. സിനിമയ്ക്ക് IMDb 6.8 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ ചിത്രം മെറി ക്രിസ്മസ്. 2024 റിലീസായ റൊമാൻസ് ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് മെറി ക്രിസ്മസ്. ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി, കത്രീന കൈഫ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രിസ്മസ് രാത്രി അപരിചിതരായ റോബർട്ട്, മരിയ എന്നിങ്ങനെ രണ്ടുപേർ തമ്മിൽ പരിചയപ്പെടാനിടയാവുകയും അവർ തമ്മിൽ കൂടുതൽ സംസാരിക്കുകയും അടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രണയാർദ്രമായി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ രാത്രി അവരുടെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ നടക്കുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു റൊമാൻസ് ഡ്രാമ എന്ന രീതിയിൽ സ്ലോ പേസിൽ ആരംഭിച്ചു പോകുന്ന സിനിമ പിന്നീട് അങ്ങോട്ട് സസ്പെൻസും ത്രില്ലിംഗ് എലമെൻസും ഒക്കെയായി ഇൻട്രസ്റ്റിംഗ് ആയി തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത്. റൊമാൻസ് ത്രില്ലർ ഡ്രാമ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു നൈസ് വാച്ചബിൾ ത്രില്ലർ തമിഴ് മൂവിയാണ് മേറി ക്രിസ്മസ് എന്ന് പറയാം. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. സിനിമയ്ക്ക് IMDb 6.9 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. നാലാമത്തെ ചിത്രം രണം. 2024 റിലീസായ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് രണം. ഷെരീഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വൈഭവ്, താനിയ ഹോം, നന്ദിത എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു നഗരത്തിൽ പലയിടത്തായി മനുഷ്യരുടെ ബോഡി പാർട്സ് ബോക്സുകളിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ആരാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിക്കാനായി ആരംഭിക്കുന്നതും പോലീസിന് സഹായവുമായി ക്രൈം റൈറ്ററും സ്കെച്ച് ആർട്ടിസ്റ്റുമൊക്കെ ആയിട്ടുള്ള നായകനും അവരോടൊപ്പം എത്തുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സസ്പെൻസ് ഒക്കെ നിലനിർത്തി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു നൈസ് വൺ ടൈം വാച്ചബിൾ തമിഴ് ത്രില്ലർ മൂവിയാണ് രണം എന്ന് പറയാം. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. രണം എന്ന സിനിമയ്ക്ക് IMDb 6 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. അഞ്ചാമത്തെ ചിത്രം ചില നൊടികളിൽ. 2024 റിലീസായ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ചില നൊടികളിൽ. വിനയ് ഭരദ്വാജ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ റിച്ചാർഡ് ഋഷി, യാഷിക, ഗീത എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു ഡോക്ടറായിട്ടുള്ള നായകൻ തൻ്റെ ഭാര്യ അറിയാതെ മറ്റൊരു പെൺകുട്ടിയുമായി ഇല്ലീഗൽ അഫെയർ ഒക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിനം ആ പെൺകുട്ടി നായകൻ്റെ വീട്ടിൽ വെച്ച് മരണപ്പെടാൻ ഇടയാവുന്നതും തുടർന്ന് മരണവിവരവും തൻ്റെ അഫെയറുമൊന്നും ആരും അറിയാതിരിക്കാനായി
നായകൻ പല കാര്യങ്ങളും ചെയ്യുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. 2 മണിക്കൂറിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അത്യാവശ്യം ത്രില്ലിംഗ് ആയും ഇൻട്രസ്റ്റിംഗ് ആയും ഒക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ തമിഴ് ത്രില്ലർ മൂവിയാണ് ചില നൊടികളിൽ എന്ന് പറയാം. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. സിനിമയ്ക്ക് IMDb 5.5 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ത്രില്ലർ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന വാച്ചബിൾ ആയിട്ടുള്ള 5 ത്രില്ലർ സിനിമകളാണ് ഇവ. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.